ഡിസംബർ 25 മഞ്ഞ് പെയ്യുന്ന ഒരു ക്രിസ്മസ് രാവ്. വർഷം 1642. ആ ദരിദ്ര കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് ജനിച്ചു. വളർച്ച പൂർണ്ണമാകാത്തൊരാൺകുഞ്ഞ്. 3 മാസങ്ങൾക്ക് മുൻപ് അവൻ്റെ പിതാവ് മരിച്ചുപോയിരുന്നു. ആ ആൺകുഞ്ഞിനെ ആ മാതാവ് നെടുവീർപ്പോടെ നോക്കി. അവന് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മയും അവനെ വിട്ടുപോയി തൻ്റെ പുതിയ ഭർത്താവിനൊപ്പം ജീവിതം ആരംഭിച്ചു. പ്രായത്തിനൊത്ത് വളർച്ചയില്ലാത്ത ആ പയ്യൻ വല്യമ്മയുടെ കൂടെ വളർന്നു. വർഷങ്ങൾ മുന്നോട്ടു പോയി. വയസ്സ് 12. അവൻ സ്കൂളിൽ പോയി തുടങ്ങി. പഠിക്കാൻ അവനൊരു സമർത്ഥനായിരുന്നില്ല. ഒരു മരമണ്ടനായി മാത്രമാണ് അവനെ മറ്റുള്ളവർ കണക്കാക്കിയിരുന്നത്. ആ ക്ലാസ്സിലെ ഏറ്റവും കരുത്തും ആരോഗ്യവുമുള്ള കുട്ടി അവനെ കൂടെ കളിയാക്കിയിരുന്നു. കൂടാതെ പലപ്പോഴും ഉപദ്രവിച്ചും പോന്നു. ഏതാണ്ട് അനാഥനായവൻ സ്വകാര്യ ദുഃഖങ്ങൾ കടിച്ചമർത്തി. പ്രതികരിക്കുവാനുള്ള കരുത്ത് അവനുണ്ടായിരുന്നില്ല. എന്നാൽ ആ ദിവസം അന്ന് എല്ലാം മാറിമറിഞ്ഞു. പതിവ് പോലെ ആരോഗ്യവാനായ എതിരാളി അവനെ നോക്കി പരിഹസിച്ചു. പെട്ടെന്ന് അവൻ ഓർത്തു, അല്ല, എന്തിനും ഒരു പരിധിയുണ്ട്. ഭൂമിയോളം താഴാം, പിന്നെ എവിടെ പോകും? ഇത്തവണ അവൻ പ്രതികരിച്ചു. എതിരാളി ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. എതിരാളിയുടെ മേൽ അവൻ ചാടി വീണു. കൂട്ടുകാർ നോക്കി നിൽക്കെ ഒരു വലിയ മൽപ്പിടുത്തം നടന്നു. സഹപാഠികളിൽ ആ ഏറ്റുമുട്ടൽ അമ്പരപ്പുണ്ടാക്കി. അവർ ആകാംക്ഷയോടെ ആ കാഴ്ച കണ്ടു നിന്നു. അതാ, അവർക്കത് വിശ്വസിക്കാനായില്ല. തങ്ങളുടെ ദുർബലനായ സഹപാഠി ബലവാനായ ആ എതിരാളിയെ അതാ കീഴടക്കുന്നു. അവർ ആവേശം കൊണ്ട് തുള്ളിച്ചാടി. കൂട്ടുകാർ ആ വിജയിയെ എടുത്തുയർത്തി ആനന്ദ നൃത്തം ചവിട്ടി. ഒരു പുതിയ ഹീറോ ജനിക്കുന്നു. അപ്പോൾ മണ്ടനെന്ന് മറ്റുള്ളവർ മുദ്ര കുത്തിയ ആ കുഞ്ഞിളം മനസ്സിൽ ഒരു തീപ്പൊരി പോലെ ആ ചിന്ത കത്തിപ്പടർന്നു. എനിക്കും കഴിവുകളുണ്ട്. എനിക്കും ചിലത് ചെയ്യുവാൻ, നേടുവാൻ, ഉയരുവാൻ കഴിയും. വിജയിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അത്രമാത്രം അവനൊന്നുറപ്പിച്ചു, എനിക്ക് ജയിക്കണം. കൂട്ടുകാരിൽ ആരോ ഒരാൾ സ്കൂളിൻ്റെ ജനലിൻ്റെ ആ മരപ്പടിയിൽ അവൻ്റെ പേർ കൊത്തിവെച്ചു. ഐസക് ന്യൂട്ടൻ. ആ കൊച്ചു ബാലനിൽ നിന്നും ഐസക് ന്യൂട്ടൻ, മഹാനായ ഐസക് ന്യൂട്ടനിലേക്കുള്ള വളർച്ചയുടെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആ സംഭവം. അങ്ങനെ കിങ്സ് സ്കൂളിൽ തുടർ പഠനത്തിൽ ഐസക് ന്യൂട്ടൻ 1ാം സ്ഥാനത്തായി. ഈ കാലത്ത് സൺഡയൽ, വിൻഡ്മിൽ ഇവയുടെ മോഡൽ ഉണ്ടാക്കിയത് അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കി. 1961 ജൂൺ മാസം ലോക പ്രശസ്തമായ കേംബ്രിഡ്ജിൽ അദ്ദേഹം തൻ്റെ പഠനം തുടർന്നു. ഇക്കാലത്ത് അന്നുവരെ പിന്തുടർന്നിരുന്ന പല ശാസ്ത്രവിശ്വാസങ്ങളെയും അദ്ദേഹം പൊളിച്ചെഴുതി. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പായ കാൽക്കുലസ് എന്ന ശാഖ അദ്ദേഹം അവതരിപ്പിച്ചു. ഭൗതിക ശാസ്ത്രത്തിലെ ഒപ്റ്റിക്സിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ആപ്പിൾ തലയിൽ വീണെന്ന് പറയുന്ന കഥയുമായി ബന്ധപ്പെട്ട ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഭൂഗുരുത്വാകർഷണം, ഭൂമി എന്തിനേയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന തത്വം, ലോ ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ, ഗണിതശാസ്ത്രത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു
പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം. ഇംഗ്ലീഷ് പാർലമെന്റ് അംഗമായ ന്യൂട്ടൺ ഇതോടെ ലോകപ്രസിദ്ധനായി. 1705 അന്ന രാജ്ഞി ട്രിനിറ്റി കോളേജ് സന്ദർശിക്കുന്ന സമയം അദ്ദേഹത്തിന് പ്രഭു പദവി സമ്മാനിക്കുകയുണ്ടായി. അതോടെ സർ ഐസക് ന്യൂട്ടൺ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഒരുപക്ഷെ ലോകത്ത് എല്ലാ കാലത്തെയും ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. മണ്ടൻ മഹാനായ കഥ. കഴിവില്ലാത്തവൻ, വിജയിക്കാൻ കഴിയാത്തവൻ എന്ന് തീരുമാനിച്ചുറപ്പിക്കാതെ ന്യൂട്ടനെ പോലെ ആ ഒരു വിജയ നിമിഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഓർമ്മിച്ചെടുത്താലോ? അതൊരു പിടിവള്ളിയായി ഉയരെ കയറാം ന്യൂട്ടനെ പോലെ.